ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് ശോഭാ സുരേന്ദ്രൻ എത്തിയത്. കഴിഞ്ഞ തവണ മത്സരിച്ച ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേട്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും സൂചനയില്ലാതെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത്. LDF-ൽ നിന്ന് സിറ്റിംഗ് MP AM ആരിഫ് എത്തുകയും UDF-ന്റെ സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ കൂടി എത്തിയതോടെ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഈഴവ വിഭാഗത്തിന് കാര്യമായ വോട്ടുള്ള ആലപ്പുഴയിൽ ഇത് ലക്ഷ്യമിട്ടാണ് ശോഭാ സുരേന്ദ്രനെ BJP അവതരിപ്പിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി KC വരുമെന്ന കാര്യവും BJP മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ തവണ ഡോക്ടർ രാധാകൃഷ്ണൻ 1.87 ലക്ഷം വോട്ട് നേടിയിരുന്നു. AM ആരിഫിന് 4.45 ലക്ഷവും ഷാനിമോൾ ഉസ്മാന് 4.35 ലക്ഷവുമാണ് ലഭിച്ചത്. ശോഭാ സുരേന്ദ്രൻ എത്തിയതോടെ പോരാട്ടം എതിർ ക്യാമ്പുകളിലേക്ക് നയിക്കാനാകും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന് അവരാഗ്രഹിച്ച സീറ്റല്ല ലഭിച്ചതെങ്കിലും കോൺഗ്രസിന്റെ ഉന്നത നേതാവ് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലമെന്ന നിലയിൽ കടുത്ത ത്രികോണ പോരാട്ടം ലക്ഷ്യമിട്ടുള്ളതാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ നീക്കം. ഇപ്പോൾ കെ കരുണാകരന്റെ മകൾ BJP-യിൽ എത്തിയതോടെ ഇത് ഏറെ ഗുണം ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും. ഈഴവ വോട്ടുകൾക്ക് പുറമെ നായർ വോട്ടുകൾക്കും സ്വാധീനമുള്ള മണ്ഡലമാണ് ആലപ്പുഴ. പാർട്ടി വിട്ടെങ്കിലും കരുണാകരന്റെ മകൾ എന്ന നിലയിൽ I ഗ്രൂപ്പ് വോട്ടർമാർക്കിടയിൽ പത്മജയ്ക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട്. കേരളത്തിലെ പ്രവർത്തന സമയത്ത് I ഗ്രൂപ്പിനൊപ്പം നിന്ന KC വേണുഗോപാൽ ഈ വോട്ടുകൾ കൊണ്ടാണ് ആലപ്പുഴയിൽ നിന്നും ജയിച്ചു കയറിയത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിൽ പത്മജ വേണുഗോപാലിനെ പ്രചാരണത്തിന് ഇറക്കിയാൽ I ഗ്രൂപ്പിലെ വോട്ടുകൾ BJP-ക്ക് ഒപ്പമാക്കാമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. വിഭജിച്ചു പോകുന്ന കോൺഗ്രസ് വോട്ടുകൾ തങ്ങൾക്കൊപ്പമാക്കിയാൽ ശോഭയുടെ വിജയം കാണാമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. കാരണം മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ഇരട്ടിപ്പിച്ച ചരിത്രമാണ് ശോഭയുടേത്. ശബരിമല വിഷയം ബാധിക്കാനിടയുള്ള മണ്ഡലമാണ് ആലപ്പുഴ. വിഷയത്തിൽ മുന്നിൽ നിന്ന് പ്രതിഷേധിച്ച ശോഭാ സുരേന്ദ്രന് വിശ്വാസികളുടെയും സ്ത്രീകളുടെയും വോട്ട് നേടിയെടുക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിർണായകമാണ് I ഗ്രൂപ്പ്. കരുണാകരന്റെ നേതൃത്വത്തിൽ ഉദയം കൊണ്ട ഈ ഗ്രൂപ്പിൽ നിന്നും പത്മജയ്ക്ക് സ്വാധീനം ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആരെല്ലാം പത്മജയ്ക്കൊപ്പം BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് എത്തുമെന്ന ചോദ്യം പ്രസക്തമാണ്. തിരുവനന്തപുരത്ത് കരുണാകരനൊപ്പം ചേർന്ന് ചില നേതാക്കൾ നേതൃത്വവുമായി തെറ്റി നിൽക്കുകയാണ്. ഇതെല്ലാം BJP നീക്കത്തിന്റെ ഭാഗമാണോ എന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പത്മജയുടെ BJP പ്രവേശനം UDF-ന് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം മനസ്സിലാക്കി മുരളി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ അവരെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പത്മജ വഴങ്ങിയിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ലീഗ് നേതാക്കൾ വരെ പത്മജയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉത്തരേന്ത്യൻ മോഡൽ ഓപ്പറേഷൻ താമര കേരളത്തിലും തുടങ്ങിയതിന്റെ സൂചനയായാണ് പത്മജയുടെ BJP പ്രവർത്തനത്തെ ലീഗ് നേതൃത്വവും നോക്കിക്കാണുന്നത്. അതിൽ അവർക്കും വലിയ ആശങ്കയാണുള്ളത്. കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന വികാരം ലീഗിനുള്ളിലും മുസ്ലിം സംഘടനകൾക്കുള്ളിലും ശക്തിപ്പെട്ടിട്ടും UDF-ൽ തുടരാൻ തീരുമാനിച്ച ലീഗിന്റെ നെഞ്ചിൽ കൂടി കുത്തിയിട്ടാണ് പത്മജ UDF-നോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി വിടാൻ പത്മജ പല കാരണങ്ങളും നിരത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. കോൺഗ്രസിൽ നിന്നാൽ ഇനി ഭാവിയില്ലെന്ന തിരിച്ചറിവാണ് അവരെ BJP പ്രവേശനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പാർട്ടി വിട്ടുവരുന്നവർക്ക് BJP നൽകുന്ന വലിയ പരിഗണനയും ഈ തീരുമാനത്തെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. പത്മജയുടെ BJP കൂടുമാറ്റം കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സഹോദരൻ K മുരളീധരനെ തന്നെയാണ്. BJP-യുടെ ഭാഗമായതോടെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കാൻ പത്മജയ്ക്ക് കഴിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മാറ്റം വരുത്തി K മുരളീധരനെ തൃശൂരിൽ എത്തിച്ചത് പെട്ടെന്നായിരുന്നു. തൃശൂരിൽ പത്മജയ്ക്ക് സ്വാധീനമുള്ള വോട്ടുകൾ അങ്ങനെ സുരേഷ് ഗോപിക്ക് വന്നു ചേർന്നാൽ വീണ്ടും ഒരു തോൽവി കൂടി മുരളീധരന് ഏൽക്കേണ്ടി വരും. മാത്രമല്ല പെട്ടെന്നുള്ള മാറ്റത്തിൽ പ്രതാപന്റെ പക്ഷത്തുള്ളവരും പ്രതിഷേധത്തിലാണ്. ഈ വോട്ടുകൾ ഇനി എങ്ങോട്ടാണെന്ന് കണ്ടറിയേണ്ടതുണ്ട്.